സ്പെയിൻ, പോർച്ചുഗൽ ഈ രണ്ട് ടീമിൻ്റെയും മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഭയങ്കര തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഫാൻസിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. ശരിക്കും ഈ രണ്ട് ടീമിനും നല്ല ഡെപ്തോടുകൂടിയും അതുപോലെ ക്വാളിറ്റിയോടുകൂടിയും കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. എടുത്തു പറയേണ്ടത് പോർച്ചുഗലിൻ്റെ കാര്യമാണ്. പോർച്ചുഗലിന് ഇപ്പോൾ ആകെ ഞാൻ 3 പ്ലെയേഴ്സിൻ്റെ പേരെ പറയുന്നുള്ളൂ. ബ്രൂണോ ഫെർണാണ്ടസ്, വിട്ടീഞ്ഞ, ജാവോ നെവസ്. ഈ 3 പേരും ക്ലബ്ബ് തലത്തിൽ നൽകിയിരിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് പ്രീമിയർ ലീഗിലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുതന്നെ പ്രീമിയർ ലീഗിലാണെന്ന് ഓർക്കണം. പിന്നെ ജാവോ നെവസിനെ കുറിച്ചും വിട്ടീഞ്ഞനെ കുറിച്ചും പറയേണ്ട ആവശ്യമില്ലല്ലോ. UCL PSG എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അവരുടെ പങ്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ പോർച്ചുഗലിന്. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ക്രൂഷ്യലാകും. നമുക്കറിയാം റൂബൻ നെവസ് ഉണ്ട്, ജാവോ പലീനി ഉണ്ട്. ഇൻ കേസ് വേറെ ഏതെങ്കിലും ഫോർമേഷനിലാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബെർണാഡോ സിൽവേനെ ഇടാം, അതുപോലെ തന്നെ ജാവോ ഫെലിക്സും ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ 3 പ്ലെയേഴ്സിനെ റിപ്ലേസ് ചെയ്യാൻ മാത്രം ഒരു ടാലൻറ്റ് ഇവർക്കുണ്ടോ എന്നൊരു ചോദ്യമായിരിക്കും പോർച്ചുഗലിന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ വരുന്നത്. ശരിക്കും നമുക്ക് ബെർണാഡോ സിൽവയുടെ കാര്യം അവിടെ എക്സെപ്ഷനാണ്. അയാളെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. പുള്ളി കളിക്കാൻ പോകുന്നത് മിക്കവാറും റൈറ്റ് വിങ് ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള 3 പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കാര്യം കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. ഒട്ടും കൊള്ളത്തില്ല അങ്ങനൊന്നുമല്ല, പക്ഷേ എവിടെയൊക്കെയോ കുറച്ച് പോരായ്മകൾ, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന സ്പെയിനിൻ്റെ മിഡ്ഫീൽഡേഴ്സ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഒരു 10 മിഡ്ഫീൽഡേഴ്സ് എങ്കിലും അവർക്കുണ്ട്. അതും സെയിം ക്വാളിറ്റിയോടും ഒരു എന്താ പറയണ്ടേ, ഒരു അഗ്രഷനോടും കൂടി കളിക്കുന്ന പ്ലെയേഴ്സ്. പെഡ്രി, ഗാവി, റോഡ്രി, പിന്നെ ഈ ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ, അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീളുകയാണ്. ഒരു 10 പ്ലെയേഴ്സ് എങ്കിലും ഉണ്ട് കുറഞ്ഞത്. അതാണ് ഇവരുടെ ഒരു ബെറ്റർ സൈഡ് എന്ന് പറയുന്നത്. ഇവർക്ക് സബ്സ്റ്റിറ്റ്യൂഷനൊന്നും ഒരു വിഷയമല്ല. ഇൻ കേസ് ആർക്കെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിയെന്ന് ഓർത്തോ, ഇഞ്ചുറി ഒന്നും ആർക്കും പറ്റാതിരിക്കട്ടെ, അങ്ങനെ പറ്റിയാൽ പോലും ഇവരെ സംബന്ധിച്ച് അതൊന്നും ഒരു ബാധകമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഇതാണ് പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്തു തന്നെ ആയാലും ആസ് എ പോർച്ചുഗൽ ഫാൻ, നമ്മളുടെ പ്ലേയിങ് 11 ഉണ്ടല്ലോ, അതൊരു ബീസ്റ്റ് ഐറ്റമാണ്.